മാവും മാങ്കൂട്ടവും. ആവർത്തിക്കട്ടെ. മാവും മാങ്കൂട്ടവും എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തിലും എന്ന് വേണമെങ്കിൽ അതാകുമ്പോൾ കുറച്ചുകൂടെ ശരിയായിരിക്കും. മാവും മാങ്കൂട്ടത്തിലും. ഏവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ന്യായമായും സംശയിക്കും, അല്ലെങ്കിൽ അല്പം ആശങ്ക അനുഭവിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അല്പം ക്ഷമയുണ്ടെങ്കിൽ ആഴമേറിയ ഒരാശയം ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഇടയാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇത് ചെയ്യുവാൻ എനിക്ക് ആത്മധൈര്യം പകർന്നു തരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ആകമാനം എല്ലാ മനസ്സിലും, എല്ലാ ഭവനങ്ങളിലും, എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. അതിൻ്റെ മുഖ്യമായ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം, നേട്ടം ശ്രീ പിണറായി വിജയന് തന്നെ കൽപ്പിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് ഞാൻ അതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുക. അപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പേര് ഇവിടുത്തെ ഗവർണറുടെയോ മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ ഒരു മത ആചാര്യൻ്റെയോ ബുദ്ധിരാക്ഷസൻ്റെയോ അല്ല. അത് 36 വയസ്സുള്ള യുവ രാഷ്ട്രീയ നേതാവായ അടിക്കടി കുറ്റാരോപിതനായിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ മാവ്. അതുകൊണ്ടാണ് ഇപ്രകാരം കൗതുകമേറിയ ഒരു ചിന്ത മറ്റൊരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ലാത്ത, എന്നാൽ അതേസമയം അതിപ്രസക്തമായ ഒരു ചിന്ത നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടാൻ കാര്യം. എന്താണ് മാവും മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം? രണ്ടും മാവ് 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 എന്നാരംഭിക്കുന്നത് മാത്രമല്ല. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളൊരു പക്ഷേ പ്രതീക്ഷയില്ലാതെ ഈ വീഡിയോ വിട്ടുപോകും. അങ്ങനെയല്ല എന്ന് ഞാൻ പറയും. മാവും മാങ്കൂട്ടത്തിനും തമ്മിലൊരു വലിയ വലിയ വ്യത്യാസമുണ്ട്. പേരിൽ സാമ്യമുണ്ട് ഒരു പരിധി വരെയെങ്കിലും അതിലൊരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഈ യുവാവ് തിരിച്ചറിയുകയും, യുവാവ് മാത്രമല്ല നാം ഏവരും, ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, തിരിച്ചറിയുമെങ്കിൽ ഇതുകൊണ്ട് വലിയ അനുഗ്രഹമുണ്ടാകും, ഗുണമുണ്ടാകും എന്ന ഒരേ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നത്. നമുക്കാദ്യം മാങ്കൂട്ടത്തിലിനെ അല്ല മാവിനെ പരിഗണിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മരമാണല്ലോ മാവ്. ഇപ്പോൾ ഞാനിവിടെ കേരളത്തിൽ താമസമാക്കിയ ശേഷം 4 മൂട് മാവ് ഞാൻ നട്ട് വളർത്തി. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് അത് പൂത്തു, കായ്ച്ചുണ്ടായ മാങ്ങ മുഴുവനും പുഴു കൊണ്ടുപോയി. അത് മറ്റൊരു വിഷയമാണ്. തൽക്കാലം അതിനെപ്പറ്റി നമുക്ക് കുണ്ഠിതപ്പെടേണ്ട ആവശ്യം. മാവ് നട്ടു, മാവ് പൂത്തു, മാവ് കായ്ച്ചു, അത്രയും മാത്രമേ നമുക്ക് പുഴുവിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഈ മാവ് പൂക്കാനും കായ്ക്കാനും ഇടയായത് എന്ന് നാം മനസ്സിലാക്കി. ഈ മാവിൻ്റെ ഉള്ളിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നീരോട്ടമുണ്ട്, അതിൻ്റെ ഉള്ളിൽ വളർച്ചയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട്. മാവിൻ്റെ തടിയുടെ ഉള്ള് പൊള്ളയല്ല. മാവിൻ്റെ തടിക്കുള്ളിൽ ശക്തിയുള്ളത് കൊണ്ടും അതിൽ ജൈവികമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മാവിൽ അതിൻ്റെ തക്ക സമയം വരുമ്പോൾ പൂവുണ്ടാകുന്നത്, പൂവ് കായാകുന്നത്, കായ്പഴുത്ത് മാങ്ങാപ്പഴമായി നമ്മൾ ആസ്വദിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല ആധാരം എന്താണെന്ന് ചോദിച്ചാൽ മാവിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ്. പക്ഷെ നാം കാണുമ്പോൾ മാവിൻ്റെ ബാഹ്യമായ അവസ്ഥയാണ് സാധാരണ ശ്രദ്ധിക്കാറുള്ളത്. അതായത് മാവിൽ പൂ ഉണ്ടായോ? ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാവിൽ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് പൂക്കുന്നത്.
പക്ഷെ അതേസമയം തന്നെ ഞാൻ ഓർക്കേണ്ട കാര്യം, ഈ മാവ് പൂക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ അഖണ്ഡതയും ഉണ്ടായിരിക്കണം. ഇന്നർ ഇൻറ്റഗ്രിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതൊന്നുമില്ലാതെ എനിക്ക് മാവിൻ്റെ പഴം മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് പ്രകൃതിയുടെ നിയമത്തിന് നേരെ വിരുദ്ധമാണ് എന്നത് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഈ ചെടി ഞാൻ നട്ടത് അവിടെ 5-6 വർഷങ്ങളായി നിന്ന് വളരുന്ന പ്രക്രിയയിൽ അത് സൂര്യൻ്റെ വെളിച്ചം പ്രയോജനപ്പെടുത്തി, വായുവിൻ്റെ ജലകണങ്ങൾ പ്രയോജനപ്പെടുത്തി, മണ്ണിലെ വളം പ്രയോജനപ്പെടുത്തി, അങ്ങനെ നമുക്കറിയാത്ത പല കാര്യങ്ങളും പ്രയോജനപ്പെടുത്തി അത് നിരന്തരം അതിനെ തന്നെ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ആ വളർച്ചയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്, ആ മരത്തിന് ചെടിയായി ഇരുന്നത് വളർന്ന് മരമാകണം. എന്നാൽ മരമായി കഴിഞ്ഞ ശേഷം അതിൻ്റെ അടുത്ത വളർച്ചയുടെ ഭാഗമായി അതിൽ മാങ്ങാപ്പഴം ഉണ്ടാകണം. അപ്പോൾ 2 കാര്യം ഒരുപോലെ നടക്കുകയാണ്. ഒരു മരം, ഒരു മാവ്, അതിനെ തന്നെ അതിൻ്റെ ആന്തരികമായ അഖണ്ഡതയിൽ, ഉള്ളിലെ ശക്തിയിൽ, മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ആത്മനിയന്ത്രണത്തിൽ, ആത്മബലത്തിൽ, ആത്മാഭിമാനത്തിൽ, ഉള്ളിലെ സമ്പത്തിൽ, പ്രകൃതിയിൽ ഈ ചെടി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മാവിനെ നാം നോക്കുമ്പോൾ അതും അതിൻ്റെ ബാഹ്യലോകവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം വളരെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയിൽ വളർന്നൊരു മാവ് അതിൻ്റെ ചുറ്റുപാടുകളോട് സൃഷ്ടിച്ചിരുന്ന ബന്ധത്തേക്കാൾ കൂടിയ ബന്ധമൊന്നും ഇപ്പോഴും മാവിനില്ല. അതുപോലെ തന്നെ 1000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാവിൻ്റെ മരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രക്രിയകളാണ് നടന്നത്, ആ പ്രക്രിയയ്ക്ക് യാതൊരു കുറവും ഇന്നും ഉണ്ടായിട്ടില്ല. പ്രകൃതി മലീമസമാകുന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെതായ ആന്തരിക അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ മാവിന് കഴിയുന്നുണ്ട്. അത് ദൈവം സൃഷ്ടിച്ചു വെച്ച നിയമത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു, അത് സ്ഥിതി ചെയ്യുന്നു, അത് വളരുന്നു, അത് പുഷ്പിക്കുന്നു, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു. നാം മനുഷ്യൻ അങ്ങനെ. നമുക്ക് മാവിൽ നിന്ന് മാങ്കൂട്ടത്തിലേക്ക് വരാം. മനുഷ്യജാതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നല്ല വ്യക്തിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. മനുഷ്യർക്കൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പരിഷ്കാരം കൂടുന്തോറും, സംസ്കാരം കൂടുതൽ സങ്കീർണമാകും തോറും, ജീവിത അവസ്ഥകൾ കൂടുതൽ ഉപഭോക്ത സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ബാഹ്യതയിലേക്ക് വരുമ്പോൾ ആന്തരികമായ ശക്തി ആർജിക്കണമെന്ന ആ ഒരു ബോധം കുറയുകയും കൂടുതൽ മനുഷ്യർ, വ്യക്തികൾ അവർക്ക് ചുറ്റുമുള്ള വ്യവസ്ഥകളെ മാത്രം ആശ്രയിച്ച് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി എൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് കാര്യമൊന്നുമല്ല, ആളുകളുടെ മുമ്പിൽ നല്ല ഒരു ഇമേജ്, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം, അത് മാത്രം മതി. അങ്ങനെ ജനപ്രീതി ആർജിച്ചാൽ എനിക്ക് എത്തേണ്ടിടത്ത് എത്താം എന്ന് ചിന്തിക്കാൻ പ്രകൃതിയിലെ ഒരു മരത്തിനും ചെടിക്കും സാധ്യമല്ല. അതായത് മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെ ഇത് തന്നെ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം പറയാം. നമുക്കറിയാം, മനുഷ്യർക്ക് ഇന്ന് അവരെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പൊതു അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയും. പബ്ലിക് ഒപ്പീനിയൻ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2 തലമുറയ്ക്ക് പുറകിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഓർമ്മയിൽ കൂടെ കഴിയുമെങ്കിൽ ഞാൻ ഈ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം എൻ്റെ തലമുറയ്ക്ക് മുൻപുണ്ടായിരുന്ന തലമുറ ആളുകളുമായിട്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ ഇടപെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയും വ്യക്തവും വ്യക്തിപരവുമായ അഭിപ്രായങ്ങൾ. ഈ വ്യക്തി എന്ന വാക്ക് വ്യക്തത എന്ന ആശയത്തിൽ നിന്നാണ് ഉദിച്ചിട്ടുള്ളതെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട എന്നാണ് കരുതുന്നത്. വ്യക്തതയില്ലാത്തവർക്ക് വ്യക്തിത്വം ഉണ്ടാകുകയില്ല. ആധുനിക യുഗത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യ വ്യക്തിത്വം ഇത്രമാത്രം ബലഹീനമായി പോയതെന്ന് ചോദിച്ചാൽ, ആരുടെയും ഉള്ളിൽ വലിയ വ്യക്തതയൊന്നുമല്ല. വ്യക്തത ആന്തരികമായ ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കൂടുതലായി ഞാൻ വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് പോകുന്നില്ല.
അപ്പോൾ കഴിഞ്ഞ എൻ്റെ തലമുറയ്ക്ക് മുൻപുണ്ടായിരുന്ന തലമുറയിലുള്ള അനേകം ആളുകൾ എനിക്ക് പരിചയമുള്ളത് അവർക്കൊക്കെ വ്യക്തമായി ചിന്തിക്കുവാനും സ്വന്തമായ നിലപാടുകൾ അവരുടെ ബുദ്ധിക്കും അറിവിനും അനുഭവത്തിനും ആദർശങ്ങൾക്കും അനുസരിച്ച് രൂപീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ നന്നേ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ പൊതുജന അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന യുഗത്തിലാണ്. ഇവിടെ എനിക്കൊരു അഭിപ്രായം വേണ്ട, നിങ്ങൾക്കും അഭിപ്രായം വേണ്ട, നമ്മൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടാകണം എന്ന് നമുക്കറിയാതെ ദൂരെ നിന്ന് ആരെങ്കിലും തീരുമാനിക്കും. അവർ മീഡിയ വഴിയും മറ്റേ വിധത്തിലും മറിച്ചേ വിധത്തിലും മൻ കി ബാത്തിൽ കൂടെയും തൻ കി ബാത്തിൽ കൂടെയും ജൻ കി ബാത്തിൽ കൂടെയും നമ്മളെ അറിയിക്കും. നമ്മളത് വാ വിളിച്ച് വിഴുങ്ങും, നമ്മളത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ പൊള്ളയായി പോകുന്ന കാര്യം നാം അറിയുന്നില്ല. രണ്ടാമത്, ഈ ഭൗതിക ഉപഭോക്ത സംസ്കാരം ബാഹ്യതയുടെ സംസ്കാരമാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു 60, 80, 100 വർഷങ്ങൾ പുറകോട്ട് പോയാൽ മനുഷ്യ സൗന്ദര്യത്തെപ്പറ്റി അല്പം വ്യത്യസ്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെയോ അവരുടെയോ തൊലിയുടെ മിനുസം കൊണ്ടോ നിറം കൊണ്ടോ അല്ലെങ്കിൽ അവയവങ്ങളുടെ ആകൃതി കൊണ്ടോ മാത്രം തീരുമാനിക്കരുത്. അവൻ്റെയോ അവളുടെയോ ഉള്ളിൻ്റെ സൗന്ദര്യം കൂടെ പരിഗണിക്കണം. അതിനാണ് സ്വഭാവമേന്മ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വാക്ക് പോലെ ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. എന്താണ് ആ മാറ്റം? ബാഹ്യമായി കാണുന്നത് മാത്രം മതി. അപ്പോൾ ഇതാ ഒരു യുവാവ് നിൽക്കുന്നു, സുന്ദരനാണ്, സുമുഖനാണ്, നന്നേ സംസാരിക്കും, വളരെ ധൈര്യത്തോടെ വളരെ ഇഫക്റ്റീവായിട്ട് ഇടപെടും, ഏത് സാഹചര്യത്തിലും 4 കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ട്, ആര് കണ്ടാലും വളരെ ഇംപ്രസ്ഡ് ആകും. അതാണ് ഏറ്റവും നല്ല മലയാളം. മലയാളത്തിലെ വാക്കുകൾ ഏറ്റവും മലയാളീകരിച്ച വാക്ക് ഇംഗ്ലീഷ് വാക്കുകളാണെന്നൊക്കെ അറിയാം. ഏറ്റവും ആളുകൾ അങ്ങ് ഇംപ്രസ്ഡ് ആകും. അതുകൊണ്ടാണല്ലോ കാനഡയിൽ നിന്നും പിന്നെ എന്താണ് അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ വിവാഹം കഴിച്ച സ്ത്രീകൾ ഇങ്ങനെ ഒരു യുവാവിനെ അന്വേഷിച്ച് കേരളത്തിൽ വരുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കയറി അവൻ്റെ ആന്തരികമായ കെട്ടുറപ്പിനെയും ദൃഢതയെയും മേന്മയെയും സൗന്ദര്യത്തെയും ഒന്നും അറിഞ്ഞിട്ടില്ല, ബാഹ്യത കൊണ്ട് മാത്രം. ആ ബാഹ്യതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സ്വാധീനമുള്ളത് MLA ഒക്കെയാണ്, പിന്നെയും ഭാവി കിടക്കുന്നു. 2, അദ്ദേഹം ശാരീരികമായ സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഉള്ളിലെ അവസ്ഥ എന്താണ് എന്നറിയാൻ ആരും കൂട്ടാക്കുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. എക്കാലത്തും ഒരു വ്യക്തിയുടെ ശാരീരിക സൗന്ദര്യത്തിന് വില കൽപ്പിച്ചിട്ടുണ്ടില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ചരിത്രം അറിയാൻ മേത്ത അല്ല, കഴിഞ്ഞ കാല സംസ്കാരം അറിയാൻ മേത്തവനല്ല ഞാൻ. എന്നാൽ കുറഞ്ഞ പക്ഷം നാം നമ്മുടെ യുക്തി അനുസരിച്ച് ചിന്തിക്കുമ്പോഴെങ്കിലും ഒരു മനുഷ്യൻ്റെ വില നാം മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത് അവൻ്റെ ബാഹ്യമായ ആ ചടുലത കൊണ്ട് മാത്രമല്ല, അവൻ്റെ ആന്തരികമായ സൗന്ദര്യം കൂടെ, അവൻ്റെ നന്മ കൂടെ പരിഗണിക്കണം എന്ന ഒരു ധാരണ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇല്ലെന്നാരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ബാഹ്യതയുടെ മിനുസം മാത്രം. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറയും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് ഗോൾഡ് ആൻഡ് ഓൺലി വാട്ട് ഗ്ലിറ്റേഴ്സ് ഈസ് ഗോൾഡ്. മിന്നുന്നത് മാത്രമാണ് പൊന്ന്. എവിടെ മിന്നിയാലും അത് പൊന്നാണ്. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് മാറി നിന്ന് മിന്നിക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് നാം എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇത് ഈ യുവാവിനെ നാം സൃഷ്ടിച്ച നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിനെ, അതിനെ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങൾ ഈ യുവാവിനെ നന്നേ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു വ്യക്തിയല്ല. കേരള സംസ്കാരം പൊതുവെയും കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും കിടഞ്ഞ് പരിശ്രമിച്ച് പ്രസവിച്ച ഒരു സന്തതിയാണ് എന്ന് ഞാൻ പറയാൻ കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്?
നമുക്കൊരു വലിയ പ്രമാദമായ തെറ്റ് പറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ്? നാം എന്തിനേയും വിലയിരുത്തുന്നത് അതിൻ്റെ ബാഹ്യത, അതിൻ്റെ മിനുസം, അതിൻ്റെ നിറം, അതിൻ്റെ ചടുലത മാത്രം ആശ്രയിച്ച്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെയോ ഒരു പ്രതിഭാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആന്തരികമായ അവസ്ഥ എന്താണെന്നും അതിൻ്റെ നന്മയോ തിന്മയോ മിടുക്കോ പോരായ്മയോ എന്താണ് എന്നും അതിന് വിലയുണ്ടോ ഇല്ലയോ എന്നും ഇതൊന്നും പരിഗണിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ബാഹ്യതയുടെ മിനുക്കത്തിൽ മാത്രം ആശ്രയിച്ച് ജനം വശീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ബാഹ്യതയുടെ ഇക്കിളി കൊണ്ട് മാത്രം ജീവിതം സഫലീകരിക്കാം, നാളുകൾ വല്ല വിധേനയും ഉന്തിത്തള്ളി മുൻപോട്ട് കൊണ്ടുപോകാം എന്ന മാരകമായ വിഡ്ഢിത്തരം പുരുഷൻ്റെയും സ്ത്രീയുടെയും, പ്രത്യേകിച്ച് ഈ കാലത്തെ സ്ത്രീകളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കേരള പോലീസിൻ്റെ കയ്യിലോ സ്കോട്ട്ലൻഡ് യാർഡിലോ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിലോ ഒന്നുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം ഈ രാജ്യത്തുള്ള ഒരു ജഡ്ജിയുടെ കയ്യിലുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ കേരള സമൂഹം അതിനുവേണ്ടി അത് മനസ്സിലാക്കിയിട്ട് അർത്ഥവത്തായി ശ്രമിക്കണം. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉളവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അറിവുകളോട് വെറുപ്പും ഇക്കിളികളോട് താല്പര്യമായതുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ക്ഷീണിച്ച് തളർന്നാണ്ട് മൂക്ക് കുത്തുന്നത് പോലെ ആകും. അതുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ആൾ ഇട്ടേച്ച് പോകുന്നു. ഞാൻ ഇതുവരെ നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ള വീഡിയോകൾ ഏതെങ്കിലും ഒന്ന് തന്നെ ഫുൾ രൂപത്തിൽ അല്ലെങ്കിൽ ഫുൾ ലെങ്ത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അനാലിസിസ് നോക്കുമ്പോൾ 30 മിനിറ്റ് നീളമുള്ളൊരു വീഡിയോ ആവറേജ് കാണുന്നത് 5 മിനിറ്റ് 6 മിനിറ്റാണ്. ഇത്രമാത്രം തിരക്കാണ്, ആർക്കും സമയമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, എത്രയൊക്കെ ശ്രമിച്ചാലും വേണ്ട ഒരു ഇഫക്റ്റ്, ഒരു ഇമ്പാക്റ്റ്, ഒരു സ്വാധീനം, മാറ്റം വരുത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ചിന്താ മണ്ഡലത്തിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ എത്ര ശ്രമിച്ചാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിജയിക്കുകയില്ല. ഏതായാലും അന്ത്യം വരെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് എൻ്റെ ധർമ്മമാകിയാൽ ഞാൻ തുടരുന്നതായിരിക്കും. പലപ്പോഴും നിരാശപ്പെടാറുണ്ട് എങ്കിലും ഈ യജ്ഞം തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ മാവും മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മനസ്സിലായോ? അതിനുള്ള വ്യത്യാസം മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊള്ളയായ മാവിൽ നിന്ന് നല്ല മധുരമുള്ള നീരുള്ള ജ്യൂസുള്ള മാങ്ങാപ്പഴം അധികം നാൾ പറിച്ച് അങ്ങ് എന്താ പറയുന്നത് ഊറി കുടിക്കാമെന്നാരും വിചാരിക്കരുത്. അത് നടക്കത്തില്ല. പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ്. അത് മനുഷ്യൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മർമ്മത്തിന് വിരുദ്ധമാണ്. ഇത് വെറും കാൽപ്പനികതയുടെ ലോകമാണ്. എ വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ആൻഡ് ഡെല്യൂഷൻസ്. അത് നമ്മൾ വ്യത്യാസം കൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ താല്പര്യമുള്ളവർക്ക്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം നമ്മൾ കാണും. അങ്ങനെ ഒന്നുമില്ല, പക്ഷേ ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കും. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് മാവാണ്, അതിൻ്റെ ഉള്ളു പൊള്ളയാലും സാരമില്ല, എനിക്ക് മാങ്ങാപ്പഴം കിട്ടും അടുത്ത 100 വർഷം ഇഷ്ടം പോലെ. അതൊരു ഇല്യൂഷനാണ്. എന്നാൽ ഒരു വർഷം അത് പ്രതീക്ഷിച്ചു കിട്ടിയില്ല, അടുത്ത വർഷം പ്രതീക്ഷിച്ചു കിട്ടിയില്ല, 3-ാം വർഷം അത് കടപുറകെ വീണ് ഒടിഞ്ഞുപോയി. എന്നിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മാവ് ഒടിഞ്ഞു പോയാലും സാരമില്ല, അവിടെ നിന്ന് എനിക്ക് മാങ്ങാപ്പഴം കിട്ടും. അതിന് ഡെല്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് തെളിവ് ഉണ്ടായിട്ടും തെളിവിനെ അവഗണിച്ച് അതിന് വിരുദ്ധമായ നിർബന്ധ ബുദ്ധിയോടെ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇല്യൂഷനും ഡെല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഇല്യൂഷനും ഡെല്യൂഷനും വളരെ ശക്തമായിട്ട് ക്രിയ ചെയ്യുന്നുണ്ട്. ദയവായി കുഞ്ഞുങ്ങളെയും യുവതിവാക്കന്മാരെയും പറഞ്ഞ് മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മാവിലേക്ക് ഒന്ന് മടങ്ങി വരണം. മാവിൽ നിന്ന് ബുദ്ധി പഠിക്കാൻ നമുക്കിടയാകണം. ആരായാലും
യുവതിയാണെങ്കിലും യുവാവാണെങ്കിലും കിഴവനാണെങ്കിലും കിഴവിയാണെങ്കിലും ആന്തരികമായ ശക്തി അനുസരിച്ച് മാത്രമേ ആത്മനിയന്ത്രണവും സ്വയനിയന്ത്രണവും തൽഫലമായി തനിക്ക് അതീതമായി മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ എനിക്ക് പ്രവർത്തിക്കണം, മറ്റുള്ളവരെ കരുതി എനിക്ക് എന്നെ തന്നെ ഒന്ന് വളർത്തിയെടുക്കണം, ഒരു സംസ്ഥാനത്തിന് അനുഗ്രഹമായി ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും, തക്ക സമയത്ത് ഫലം കായ്ക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ ഒരു യുവാവ് ചിന്തിക്കുകയും ആ അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കുകയും പിടിച്ചു നിൽക്കുകയും ചെയ്യണമെങ്കിൽ ബാഹ്യത കൊണ്ട് പറ്റില്ല പറ്റില്ല പറ്റില്ല. അതിന് ആന്തരികമായ ശക്തി മാത്രമേ സഹായിക്കുകയുള്ളൂ. അതിൻ്റെ പരമ്പരാഗതമായ പേരാണ് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്നുള്ളത്. അത് ഏത് ആത്മീയ പാരമ്പര്യത്തിലും, ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും വളരെ കൃത്യമായി സന്ദേഹത്തിന് യാതൊരു ഇടവുമില്ലാത്ത വിധത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആത്മനിയന്ത്രണമില്ലാതെ ആർക്കും ഈ ലോകത്തിൽ അർത്ഥവത്തായി ജീവിക്കുവാനോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വിധത്തിൽ നിലനിൽക്കുവാനോ സാധ്യമല്ല. ആ ആത്മനിയന്ത്രണം പ്രകൃതിയിൽ മാവ് പാലിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് ബലമുണ്ടായിരിക്കും. എൻ്റെ ഉൾക്കാമ്പ് ഞാൻ കാത്തു സൂക്ഷിക്കും. അതിൻ്റെ ആരോഗ്യത്തിന് കേടുവരാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഉൾക്കാമ്പിൻ്റെ ആരോഗ്യത്തിന് കേടുവരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാനതിനെ അനുദിനം ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന നിശ്ചയത്തിൻ്റെ പേരാണ് ഈ സ്വയനിയന്ത്രണം, ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നാം ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന കാമ്പില്ലാത്ത സംസ്കാരത്തിലും കാഴ്ചപ്പാടിലും താല്പര്യങ്ങളിലും ഈ ഉൾബലത്തിൻ്റെ അല്ലെങ്കിൽ ഉൾക്കാമ്പിൻ്റെ വില ആർക്കും അറിയില്ല. തൊലിയും ആകൃതിയും മാത്രം നോക്കി ആളുകൾ വിരളി പൂണ്ട് ഭ്രാന്ത് പിടിച്ച് സമനിലയെത്തി ഓടി നടക്കുന്ന ഒരു ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റം പറയുന്ന വല്ല കാര്യമുണ്ടോ? ഇത് ഭ്രാന്തല്ലേ? ഇത് ഒന്നാന്തരം മൊണ്ണത്തരമല്ലേ? ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കേരള ജനതയ്ക്ക് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ വീഡിയോ. ഇതൊരു വീഡിയോ അല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. ഈ ഒരു അറിവ്, ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഒന്ന് വ്യാപിക്കുമെങ്കിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇതിൻ്റെ ഉള്ളടക്കം മറ്റുള്ളവരുമായി പങ്കിടുക. നമ്മുടെ സംസ്ഥാനത്തിന് നന്മ വരട്ടെ. ഇവിടെ ആളുകൾ യാഥാർത്ഥ്യബോധമുള്ളവരായി വരട്ടെ. ഇവിടെ സത്യം തിരിച്ചറിയുന്നവരും സത്യത്തെ ആദരിക്കുന്നവരുമായി ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ എന്ന വലിയ വാഞ്ഛ എനിക്കുള്ളതുപോലെ നിങ്ങൾക്കുമുണ്ട് എന്ന ഒരാശ്വാസത്തിലാണ് എൻ്റെ ദൗത്യം ഞാൻ തുടരുന്നത്. ഇതിൽ സഹായഹസ്തം നീട്ടുന്ന, സഹകരിച്ച് ആശയങ്ങളെ അനുദിനം സ്വീകരിക്കുന്ന ആളുകളോടുള്ള എൻ്റെ കൃതജ്ഞത ഒരിക്കൽ കൂടെ പ്രസ്താവിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.